ഹലോ. ഇന്ന് രാവിലെ തൊട്ട് തിരക്കുള്ള ദിവസം കേട്ടോ. ഇന്നാളും ഓൺലൈനിൽ മേടിച്ചിരുന്നില്ലേ, ആ സാധനം കൊണ്ട് ഒന്ന് ഇടിയപ്പം ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ച്. രാവിലെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ. തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്ത് അത് വേഗം പടേന്ന് നമ്മൾ ഇടിയപ്പം സെറ്റാക്കി. പക്ഷേ സാധനം മേടിച്ചതുണ്ടല്ലോ, ഓൺലൈനിൽ നിന്ന് മേടിച്ചത് നല്ല അടിപൊളി സാധനം കേട്ടോ. നമുക്ക് കൈക്ക് ഒരു ആയാസവും ഇല്ല. മറ്റേത് ഞങ്ങൾ ഒരാൾ താഴെ പിടിക്കണം, മറ്റേ ആൾ കറക്കാൻ നിൽക്കണം, ആകെ ബുദ്ധിമുട്ടാണ്. ഇത് വെറുതെ അവിടെ വെച്ചു, വെറുതെ ഒന്ന് കറക്കി വിടുക. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഒരാളുടെ ജോലി ആ സംഭവം ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതായാലും നല്ലൊരു സംഭവമാണ്. എനിക്കത് മേടിച്ചത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങളത് വെച്ചിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ഏതായാലും അത് ഉണ്ടാക്കി. ഇടിയപ്പത്തിന് നമ്മളൊരു കറി ഉണ്ടാക്കി. ചുമ്മാ സവോളയും മസാലപ്പൊടി മാത്രം ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ട് ആ സവോള എല്ലാം കൂടി അങ്ങോട്ട് അരച്ചു. അത് ഞാൻ മസാലപ്പൊടി ഇട്ടതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. എന്നിട്ട് അത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി തേങ്ങാപ്പാൽ, രണ്ടാം പാലും ഒന്നാം പാലും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്ത്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ ഒരു കറിയായി. മുട്ട ഇരിപ്പുണ്ടായിരുന്നില്ല, ഇല്ലെങ്കിൽ ഒരു മുട്ടക്കറി പോലെ ആക്കാമായിരുന്നു. പിന്നെ ഈച്ചാൻ ഇന്ന് കാസർഗോഡിന് പോകുകയെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ രാവിലെ പോകുമ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചോറയല്ലേ പൊതിഞ്ഞ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ച്. കാരണം അവിടെ ട്രെയിനിലെ ഫുഡ് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വാഴയില എടുത്ത് വാട്ടി നല്ല അടിപൊളി വാഴയിലയിൽ ചോറ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യുമെന്ന് എനിക്കറിയാം. ഈ ട്രെയിനിലെ ഫുഡിനെ നമുക്ക് അത്ര വിശ്വാസം പോലെ, അതുകൊണ്ടാണ് കേട്ടോ. പലതവണ പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതേ ചോറ് വിളമ്പി. ഇച്ചിരി വാഴപ്പിണ്ടി തോരനുണ്ടായിരുന്നു ഇന്നലെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചക്കക്കുരു മാങ്ങയും കറിയുണ്ട്, പിന്നെ ഒരച്ചാറും, പിന്നെ മീൻ കറിയും. അത്ര സംഭവം മതി, ധാരാളം. അടിപൊളി ഒരു ഊണായില്ലേ ഉച്ചക്കത്തെ. പിന്നെ അത് വാഴയിൽ പൊതിഞ്ഞ് വേഗം പെട്ടിക്കകത്തെല്ലാം, പെട്ടിയെല്ലാം ഒരു ബാഗിനകത്തെല്ലാം പൊതിഞ്ഞ് റെഡിയാക്കി. ഈച്ചായം വേഗം പോയി കേട്ടോ. 1 മണിക്കായിരുന്നു ട്രെയിൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈച്ചായം പോയി വേഗം. പിന്നെ ഞങ്ങളുടെ പണിയായിരുന്നു ഇന്നെന്ന് വെച്ചാൽ സ്പെഷ്യൽ സംഭവം കേട്ടോ. ഒരു സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ നല്ല അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കണം. ഇന്നലെ ഞാനത് സെറ്റ് ചെയ്ത് വെക്കുന്നത് ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ബാക്കി നമ്മൾ തേങ്ങ രാവിലെ വറുത്തു. പിന്നെ കുറച്ച് എള്ളുണ്ടായിരുന്നു, വെളുത്ത എള്ളായിരുന്നു. ആ എള്ളും നന്നായിട്ടൊന്ന് നെയ്യിൽ വറുത്തെടുത്തു ഒന്ന് പൊട്ടുന്ന പോലെ. എന്നിട്ട് കുറച്ചത് ഏലക്കായും ജീരകവും ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. കറണ്ട് ഇല്ലായിരുന്നില്ല കേട്ടോ. മിക്സി ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ കല്ലിൽ അരയ്ക്കുന്നത്. കാരണം രാവിലെ KSEBയിൽ നിന്ന് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോളാറിൻ്റെ കുറച്ച് പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട്. അപ്പം ബിനാമ വേഗം കല്ലിൽ അരച്ചു. അത് കഴിഞ്ഞ് കുറച്ച് തേങ്ങാപ്പാൽ പിഴിയണം. ആ തേങ്ങാപ്പാലും കൂടെ അതിനകത്തേക്ക് നന്നായിട്ട് ചേർത്ത് കുഴച്ച് ഒരു നെയ്യപ്പത്തിൻ്റെ പാകം കുഴമ്പ് പരുവത്തിൽ വന്നിട്ട് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടി തേങ്ങാപ്പാലുണ്ടാക്കണം. അപ്പോൾ മൊത്തത്തിലുള്ളൊരൊറ്റ വീഡിയോ ആയിട്ട് ഞാനത് റീൽസിലിടാം കേട്ടോ, ഷോർട്ട് വീഡിയോ ആയിട്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അതായത് ഇതിനകത്ത് സോഡാപ്പൊടി ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരും സെറ്റ് ചെയ്ത്. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാക്കി നല്ല കല്ലിനകത്ത്, അതായത് നമ്മുടെ അടുപ്പിലാണ് സ്റ്റൗവിൽ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന് എന്തെങ്കിലും തീരത്തില്ല. അപ്പോൾ അതുകൊണ്ട് കല്ലിൽ ഇങ്ങനെയുള്ള വറക്കൽ പരിപാടികളെല്ലാം ഞങ്ങൾ ചെയ്യാറ്. അപ്പോൾ വേഗം ബീനാമ നെയ്യപ്പത്തിന് മാവ് ഒഴിച്ചുകൊണ്ടിരുന്നു. ഞാൻ കോരിക്കൊണ്ടിരുന്നു. കാരണം ഒഴിക്കുന്ന ഉടനെ തന്നെ ഒരാൾ കോരിക്കൊണ്ടും ചെയ്തില്ലെങ്കിൽ അത് ചിലപ്പോൾ വങ്ങിപ്പോകുമെന്ന് പറയും. വങ്ങിപ്പോകുമെന്ന് വെച്ചാൽ കഴിഞ്ഞു പോകുന്നതിൻ്റെ വേറൊരു ഭാഗം. അതുപോലെയാവും. എങ്ങനെയുണ്ട് ഞങ്ങളുടെ നെയ്യപ്പം കണ്ട, നല്ല ഭംഗിയായിട്ട് പൊങ്ങി വന്നിട്ടില്ലെന്നൊക്കെ, നല്ല സോഫ്റ്റായിട്ട്. ഒരു സോഡാപ്പൊടിയോ ഈനോ ഒന്നും ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർക്കാത്തൊരു സംഭവം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കണമെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഒന്നോടെ ഒന്ന് ഷോർട്സ് ഇടുമ്പോൾ അതും കൂടി ഒന്ന് കണ്ടാൽ മതി, അപ്പോൾ ശരിക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതേ നല്ല നെയ്യപ്പം നന്നായിട്ട് മൊരിഞ്ഞ് വന്ന് നല്ല സോഫ്റ്റ് നെയ്യപ്പം. ഞാനിരുന്ന് അപ്പം തന്നെ കുറേ കറുമുറും തിന്നു. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇതായിരുന്നു കേട്ടോ. സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ നെയ്യപ്പം ഉണ്ടാക്കൽ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് പിന്നെ ഇച്ചിരി തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒത്തിരി ലെങ്തി ആയിട്ട് വീഡിയോ ഇടാത്തത്. അപ്പോൾ നാളെ കാണാം. ടാറ്റാ.